പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം പഠിക്കുന്നത് സങ്കീർത്തനം 130 4 വചനമാണ്. നമ്മൾ 3 വചനങ്ങൾ, വളരെ സിമ്പിളായിട്ടുള്ള സങ്കീർത്തനമാണ്. ആ വചനങ്ങൾ പഠിക്കണം. അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവെ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ചെവി ചായച്ചെൻ്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ. കർത്താവെ, അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കാനാവും? ഇതാണ് 3 വചനങ്ങൾ. ഇന്ന് പഠിക്കുന്നത് 4 വചനമാണ്. എന്നാൽ അങ്ങ് പാപം പൊറുക്കുന്നവനാണ്. അങ്ങ് പാപം പൊറുക്കുന്നവനാണ്. 4 വചനം പറയുകയാണ്, കർത്താവെ, അങ്ങ് പാപം പൊറുക്കുന്നവനാണ്. എന്നാൽ അങ്ങ് പാപം പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ ഭയഭക്തികളോടെ നിൽക്കുന്നു. എന്നാൽ അങ്ങ് പാപം പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ ഭയഭക്തികളോടെ നിൽക്കുന്നു. But there is forgiveness with you so that you may be revered. അങ്ങയുടെ മുമ്പിൽ ഭയഭക്തികളോടെ നിൽക്കുകയാണ്. കർത്താവെ, പാപം പൊറുക്കുന്ന അങ്ങയുടെ മുമ്പിൽ നിന്ന് അങ്ങയിൽ നിന്ന് പാപമോചനം നേടുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഈ നോമ്പുകാലത്ത് നമുക്കൊരു തിരിച്ചു വരവിൻ്റെ കാലമല്ലേ പ്രിയപ്പെട്ടവരെ. ചെയ്തു പോയ ഓരോ പാപങ്ങളും കർത്താവിൻ്റെ മുമ്പിൽ വെച്ച്, കർത്താവെ, എന്നെ സഹായിക്കണമേ എന്ന് കർത്താവിനോട് നമുക്ക് പറയാം. ശാന്തതയോടെ കർത്താവിൻ്റെ മുമ്പിൽ നിന്നിരുന്നേ. കർത്താവിൻ്റെ മുമ്പിൽ ഇരുന്ന് കൈകളൊക്കെ നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ച് കർത്താവെ ആരാധിക്കാനും ഒക്കെ വേറെ ആരുമില്ല, നീ മാത്രമേ ഉള്ളൂ. കർത്താവെ, എന്നെ സഹായിക്കണമേ. നിന്നെ മാത്രം ഞാൻ ആരാധിക്കുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് കരങ്ങളൊക്കെ ഈശോയുടെ പക്കലേക്ക് നീട്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിലേ അർപ്പിക്കുന്നീ കാഴ്ചകൾ അവിരാമം ഞങ്ങൾ പാടാം. ആരാധന ആരാധന നാഥ ആരാധന. ഈശോയോട് പറഞ്ഞേ, കർത്താവെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളെ അങ്ങയോട് ചേർത്ത് നിർത്തണമേ.